الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون بسم الله الرحمن الرحيم ونبلوكم بالشر والخير فتنة وإلينا ترجعون മാന്യരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സത്താവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തി മുത്തഖികളായി മുഹ്സിനുകളായി മുഖ്ലിസുകളായി നമ്മെ കൊണ്ട് കഴിയും വിധം നല്ലവരായി ജീവിക്കണം എന്ന് വിശുദ്ധമായ ഈ വെള്ളിയാഴ്ച സുദിനത്തിൽ റബ്ബിന്റെ പരിശുദ്ധമായ ഈ ഭവനത്തിൽ വെച്ച് നമ്മെ എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹുവിന്റെ വിധിയാൽ ഈ ജുമഅക്ക് പങ്കെടുക്കാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു. അല്ലാഹു എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വിപത്തുകളിൽ നിന്നും അല്ലാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മളുടെ മനുഷ്യന്റെ എന്ന് പറഞ്ഞാൽ വിശ്വാസിയുടെ വ്യക്തിയുടെ ഗുണത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ സൂചിപ്പിച്ചു. മനസ്സ് നന്നാകാൻ നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുകയും അതുപോലെയാവാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു നാട് എന്ന നിലയ്ക്ക് ആ ഒരു മനസ്സിന്റെ നന്മ വരുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ചില ഗുണങ്ങളുണ്ട്. അതിലൊന്നാണ് നന്ദി കാണിക്കുക എന്നത്. ഏതൊരു മനുഷ്യനായിരുന്നാലും മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവം നന്ദി കാണിക്കുക എന്നാണെങ്കിലും ഖുർആൻ നന്ദി കാണിക്കുന്ന കാര്യത്തിൽ പ്രത്യേകിച്ച് രണ്ട് മൃഗങ്ങളെയാണ് എടുത്തു പറഞ്ഞത്. ഒന്ന് നായ, അതോടൊപ്പം തന്നെ കുതിര. ഇത് രണ്ടുമാണ് നന്ദി കാണിക്കുന്ന, ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്ന ജീവികളെ കൂട്ടത്തിൽ കിട്ടിയിരിക്കുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഏറ്റവും നന്ദി കെട്ട ഒരു വർഗമായി ഖുർആൻ പരാമർശിച്ചത്, കുറ്റപ്പെടുത്തിയിട്ടല്ല, പരാമർശിച്ച ജീവിയാണ് മനുഷ്യൻ. അതിന്റെ കാരണം അവൻ പറയുന്നത്, ഒന്ന് അവൻ എല്ലാം മറക്കുന്നവനാണെന്ന്. രണ്ടാമത്തെ കാരണം പറഞ്ഞത് അവൻ എന്തിനും പരിധി വിട്ട് സമ്പത്തിനെ ഇഷ്ടപ്പെടും. അപ്പൊ ഇത് രണ്ടും കൂടുതലാവുമ്പോ നമുക്ക് ആരോടൊക്കെ ഈ ഭൂമുഖത്ത് നന്ദി കാണിക്കണോ അത് മുഴുവൻ നമ്മൾ ഒന്നുകിൽ നേരെ ഉണ്ടാവില്ല, അല്ലെങ്കിൽ നമ്മളത് ഓർമ്മയൊന്നും മറന്നുപോകും. അപ്പൊ ഇത് രണ്ടും സംഭവിക്കാതിരിക്കാൻ ഒരു വിശ്വാസി കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഖുർആൻ പറയാണ്, നമ്മൾക്ക് അല്ലാഹു ഈ ദുനിയാവില് ഖൈറും തരും ഷെറും തരും. നമ്മളിപ്പോ വിചാരിക്കുകയും അല്ലാത്ത ഒരു കാലം അങ്ങനെ
നമ്മുടെ പൂർവികരാരും അങ്ങനെ കുറ്റപ്പെടുത്തിയിട്ടില്ല. കാരണം എന്താ പറയുക, അവർക്കൊക്കെ നമ്മളെക്കാൾ പല ബുദ്ധിമുട്ടും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ ആക്ഷേപിച്ചിട്ടില്ല. അതിന്റെ കാരണം എന്താ അറിയാതെ അവരുടെ തത്വയായിരുന്നു. അള്ളാഹുവിനുള്ള ഭക്തി കൊണ്ട് ഒന്നിനെയും അവർ കുറ്റപ്പെടുത്തൂല. എല്ലാം ഒരു പടച്ചോന്റെ ഒരു പരീക്ഷണം. ഖുർആൻ പറയാം, വനബലുവകും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. നിങ്ങളെ ഞാൻ ഉപദ്രവങ്ങൾ നൽകിക്കൊണ്ടും നന്മ നൽകിക്കൊണ്ടും പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ. ഒടുക്കമുള്ള മടക്കം എന്റെ അടുത്തേക്കാണ്. നമുക്ക് ആർക്കെങ്കിലും സങ്കടം ഉണ്ടാണെങ്കിൽ നമ്മൾ ഒരു അധീനല്ലാത്തത് മടങ്ങണവരാണ്, അല്ലെ? അപ്പൊ നമ്മൾ വിദേശത്ത് പോയ ഒരാള് മടങ്ങി വരുമ്പോ ഒന്നും അവന്റെ കയ്യിലില്ല എങ്കിലും അവനവന്റെ വീട്ടിൽ വരുമ്പോ സമാധാനം, എന്റെ ഉമ്മാന്റി ഉപ്പാന്റി നമ്മുടെ ഭാര്യന്റെയും കുട്ടിന്റെ അടുത്തേക്കാണല്ലോ വരുന്നതെന്ന് പ്രതീക്ഷയാണ്, അല്ലെ? ആ ഒരു പ്രതീക്ഷയുടെ അപ്പുറത്ത് നമ്മളെ ഈ ദുനിയാവിൽ അള്ള ക്ഷണിക്കുകയാണ്. നിങ്ങൾ ഒരു അധീനല്ലാത്ത ആരും ഒരു ഇല്ലാത്തടത്തേക്കല്ല മടങ്ങുന്നത്. നിങ്ങൾ മടങ്ങുന്നത് അള്ളാന്റെ അടുക്കലേക്കാണ്. അതുകൊണ്ട് അള്ളാഹു തരുന്ന ഖൈറും ഷെറും ഭൂമുഖത്ത് ഒരു പരീക്ഷണമായി കാണുക. അതിന്റെ പേരിൽ നമ്മൾ നന്ദി കെട്ടവരാകണം. അള്ളാഹുവായിട്ടുള്ള ബന്ധങ്ങൾ നമ്മൾ കുറിക്കാൻ പാടില്ല എന്നർത്ഥം. നന്ദിയുള്ളവരാണ്. കാരണം നന്ദി എന്ന് പറയുന്നത് ഒരു വിശ്വാസിയുടെ ഒരു രക്ഷയാണ്. നമ്മളിപ്പോ കിട്ടിയിടത്തോളം തന്നെ നമ്മൾ നന്ദി കാണിച്ചാൽ ഒരു 70-80 കൊല്ലം ജീവിച്ചാൽ തന്നെ നമുക്ക് നന്ദി കാണിക്കാൻ തികയൂല എന്നാണ്. നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹ് ആയുസ് തന്നത് അള്ളാഹിനോട് നന്ദി കാണിക്കാണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യത്തിന് നന്ദി കാണിക്കാണ്ട്, നമ്മളെ പ്രസവിച്ച ഉമ്മാനോട് നന്ദി കാണിക്കാണ്ട്, നമ്മളെ വളർത്തിണ്ടാക്കിയ വാപ്പാനോട് നന്ദി കാണിക്കാണ്ട്, നമ്മളെ ആരും ഒരു അല്ലാതെ നടന്ന സമയത്ത് നമ്മളെ വിളിച്ചിട്ട് ഇന്ന എന്ന് പറഞ്ഞ് പണമോ അല്ലെങ്കിൽ നമുക്ക് സ്ഥലമോ അല്ലെങ്കിൽ നമുക്ക് വീടോ ഒക്കെ തന്നവരുണ്ടാവും, അല്ലെ? അതല്ല, നമ്മളിങ്ങനെ ഒരു കല്യാണം കഴിക്കണമെന്ന് വിചാരിച്ചു നോക്കുമ്പോ കയ്യിൽ മഹറില്ലാത്ത നേരത്ത് മഹർ കൊണ്ടുവന്ന് നമ്മളെ കയ്യിലേക്ക് തന്നോര് വരെ നമ്മുടെ കുടുംബത്തിലുണ്ട്. ഇവരോടൊക്കെ നമ്മൾ നന്ദി കാണിക്കാൻ തന്നെ ഒരുപാട് കാലം നമുക്ക് ആവശ്യമാണ്. ഖുർആൻ പറയാം, അള്ളാഹു ഒരിക്കലും നമ്മൾക്ക് ചെയ്ത തിന്മയുടെ പേരിൽ അള്ളാഹ് ശിക്ഷിക്കുകയില്ല. ശിക്ഷിക്കും, അള്ളാഹു ശിക്ഷിക്കുന്നവനാണ്. പക്ഷേ നമ്മൾ ചെയ്ത തിന്മക്കനുസരിച്ച് അള്ളാഹ് നമ്മളെ ശിക്ഷിക്കുമായിരുന്നുവെങ്കിൽ നമ്മളാരും ഇവിടെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. കാരണം നമ്മൾ അറിവില്ലാത്തവരാണല്ലോ, പലതും സംഭവിക്കും. പക്ഷെ ഖുർആൻ പറഞ്ഞു, ഇൻശകർതും വആമൻതും, നിങ്ങൾ വിശ്വസിക്കുകയും നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുകയാണെങ്കിൽ അള്ളാഹു അങ്ങനെ പ്രവർത്തിക്കുകയില്ല എന്നാണ്. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ ഈ നന്ദി കാണിക്കുന്ന സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ടത് നമ്മൾ ഏറ്റവും വലിയ ആരോഗ്യവാന്മാരാകുമ്പോഴാണ്. ഏറ്റവും വലിയ ആരോഗ്യം ഉണ്ടാകുമ്പോൾ, ഏറ്റവും സമ്പത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് ചിലപ്പോൾ അഹങ്കാരിയായി ജീവിക്കാം. പക്ഷെ ആ കാലത്ത് നന്ദിയുള്ളവനാകാൻ അള്ളാഹിനോട് ഏറ്റവും സുപ്രധാനമായ നന്ദി. മാത്രമല്ല, നമ്മൾ ഈ അള്ളാഹുവിനോട് ഇത്ര നന്ദി കാണിക്കാൻ ഇപ്പൊ നമ്മളെയൊക്കെ പഠിപ്പിച്ച ഉസ്താദുമാരും അതുപോലെ വളർന്നു പറയുന്നവരൊക്കെ നമ്മളോട് നമ്മുടെ ഉപ്പയൊക്കെ പറയാം, അള്ളാഹിനോട് നന്ദി ഉണ്ടാകണം, അള്ളാഹിനോട് നന്ദി ഉണ്ടാകണം, അല്ലെ? അപ്പൊ നമ്മൾ വിചാരിക്കുകയാണ് ഈ ജാതി പരീക്ഷണം ഒക്കെ തരുന്ന പടച്ചോനോട് പത്രയൊക്കെ നന്ദി കാട്ടേണ്ടതുണ്ടോ? ഖുർആൻ പറയാം, വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാവിന്റെ ഉദരങ്ങളിൽ നിന്ന് പുറത്തേക്ക് നിങ്ങൾക്ക് അല്ലാഹു സൃഷ്ടിപ്പ് നൽകിയവനാണ്. ലാ തഅലമൂന ശൈഅ, നിങ്ങളന്ന് ഒന്നും ഒരു വിവരവും ഇല്ലാത്തവരായിരുന്നു. ജനിച്ചു വീഴുമ്പോ ഒരു വിവരം ഇല്ല, ഒറ്റ വിവരമേ ഉള്ളൂ. ഒറ്റ വിവരേ ജനിച്ചു വീഴുമ്പോ ഉള്ളൂ. അതെന്താണ്? ഒരു നായക്കുട്ടിക്കോ ഒരു പശുക്കുട്ടിക്കോ ഉള്ള ഒരു വിവരം. ആ വിവരം പോലും നമുക്കറിയില്ല. കാരണം ഒരു ആട്ടിൻകുട്ടിയോ ഒരു പശുക്കുട്ടിയോ ജനിച്ചു കഴിഞ്ഞാൽ ഉമ്മയുടെ പാലിന്റെ മുല നിറഞ്ഞു പോകും. പക്ഷെ മനുഷ്യന് ആ വിവരം കൂടിയില്ല. അത് തൊള്ളിക്ക് വെച്ചു കൊടുക്കണം. ഉള്ള പറയാം, അങ്ങനെ നിന്നെ സൃഷ്ടിച്ചു. നിനക്ക് കേൾവിയും കാഴ്ചയും നിനക്ക് ഹൃദയവും തന്നു. ലഅല്ലക്കും തശ്കുറൂൻ, അല്ലേ? നമ്മുടെ ഹൃദയത്തിന് വേറൊരാശുപത്രി, നമ്മളെ കണ്ണിന് വേറൊരാശുപത്രി, നമ്മളുടെ ചെവിക്ക് വേറെ ആശുപത്രി, നമ്മളുടെ തലക്ക് വേറെ ആശുപത്രി, നമ്മുടെ നെരമ്പിന് വേറെ ആശുപത്രി, അതിന് വേറെ സെക്ഷൻ, വേറെ ഡോക്ടർ, വേറെ പഠിച്ചയാള്, അമേരിക്കയിൽ പോയി പഠിച്ചയാള്, ജപ്പാനിൽ പോയി പഠിച്ചയാള്. എന്താ ഈ പഠിക്കളെ?
പടച്ചോൻ നമ്മളെ ശരീരത്തിൽ സൃഷ്ടിച്ച ഭാഗങ്ങളെ കുറിച്ച് പഠിക്കാൻ തന്നെ ഒരുപാട് ഡോക്ടർമാരും ഒരുപാട് സ്ഥാപനങ്ങളും അള്ള പറയാ ഇതൊക്കെ ഞാൻ നൽകിയില്ല. നിങ്ങൾ നന്ദി കാണിക്കുന്നവരാവുക, നന്ദി കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ തന്നത്. അപ്പൊ നമുക്കെന്തെങ്കിലും ഒരു രോഗം വരുമ്പോ നമ്മളിങ്ങനെ ഓർക്കലുണ്ട് അല്ലെ, പടച്ചോനെ നീയാണല്ലോ, അത് തന്നെ മതി, അതല്ലേ വല്ലാതെ ബുദ്ധിമുട്ടണ്ട. പടച്ചോനെ എന്റെ കണ്ണ് തന്നത് നീയാണ്, എന്റെ കാത് തന്നത് നീയാണ്, എന്നെ ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് നീയാണ് അല്ലെ. നമുക്കൊരാള് ഒരു വീട് വെക്കാൻ ഒരു 3 സെന്റ് തന്നു, അയാള് തന്നെ നമുക്കവിടെ തറടാനുള്ള കല്ല് തന്നു, അയാള് തന്നെ നമുക്കവിടെ അത് ഉയർത്താനുള്ള കൂലി തന്നു, അത് ഉയർത്തി അതിന്റെ മുകളിൽ വെക്കാനുള്ള മരവും അയാൾ തന്നു. അവസാനം നമ്മൾ അയാളോട് പോയിട്ട് പറഞ്ഞു നിങ്ങൾ കുറച്ചോട് തരണം. അപ്പൊ അയാള് പറയാണ് എനിക്കിപ്പോ അങ്ങനെ തരാൻ കഴിയൂല. കണ്ടില്ലേ, അല്ലെങ്കിലും നിങ്ങൾ അങ്ങനെ തന്നെയാണ്. ഇതാണോല മനുഷ്യന്റെ ഒരു നന്ദികൾ. അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും ഒരു വേള മറക്കും. അതുകൊണ്ട് മനുഷ്യരോട് ഖുർആൻ ഇടയ്ക്കിടെ പറയാം, നിങ്ങൾ നന്ദി കാണിക്കണം. ഭൂമുഖത്തെ 2 വിഭാഗമാണ് നോക്കുള്ളൂ. ഒന്ന് അള്ളാഹ്, ഏറ്റവും കൂടുതൽ നന്ദി അള്ളാഹിനോട്. ചിലപ്പോൾ നമ്മളൊക്കെ വിചാരിക്കലുണ്ട് അള്ളാഹിനോട് മാത്രം നന്ദി കാണിച്ച് ജീവിച്ചാൽ പോരാ, പടപ്പുകളോടുമുണ്ട്. കാരണം എന്താ അറിയോ, അള്ളാഹുവിന്റെ ഈ ഭൂമുഖത്തെ നമുക്ക് നമ്മൾ ആദ്യം പറഞ്ഞ രൂപത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നവരുണ്ട്. നമ്മളൊക്കെ നടന്നു വന്ന വഴി ആലോചിച്ചാൽ ഒരുപാട് മനുഷ്യന്മാരുടെ വിയർപ്പിലൂടെയും ഒരുപാട് ആളുകളുടെ കൈകളിലൂടെയാണ് നമ്മൾ വന്നത്. മനുഷ്യരായ നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എപ്പോഴും എന്ത് ഒരാൾ ചെയ്യുന്നത് ജസാക്കുമുള്ള പടച്ചവനക്ക് നന്മ തരട്ടെ. പടച്ചോനെ ഇനി അറബിയിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് വിചാരിക്കാം. നമുക്ക് അള്ളാഹുവിന്റെ നന്മ തരട്ടെ. കാരണം ശുക്റാണ് അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. പടപ്പുകളോടുള്ള ശുക്റുണ്ട്, പടച്ചോനോടുള്ള ശുക്റുണ്ട്. പടച്ചോനെ മാത്രമേ സ്തുതി അർപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷെ നന്ദി എല്ലാവരോടും പറയാം, എല്ലാവരോടും പറയാം. നമ്മളൊന്നുമില്ലാതെ നട്ടം തിരിഞ്ഞ് നടന്നപ്പോ ചിലപ്പോ വിസ തന്നുണ്ടാവും, ചിലപ്പോ നമുക്ക് പെര കയറ്റി തന്നുണ്ടാവും, ചിലപ്പോ വേണ്ട ഉമ്മ പാല് തന്നുമ്മ, ആശുപത്രി ബില്ലടച്ച വാപ്പ ഓരോന്നും ചിലപ്പോ അവസാന 5 സെന്റ് തരാൻ വാപ്പാനൊക്കെ ഉണ്ടാവില്ല. ഇല്ലെങ്കിലും ആ മലപ്പാല് തന്ന അമ്മാനി, ആ ആശുപത്രിയിൽ നിന്ന് പോരാ അന്നത്തെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ആ ബില്ലടച്ച വാപ്പാനി, അതെല്ലാം ഓർത്തിട്ട് നമുക്ക് ഒരുപാട് കാലം നന്ദി കാണിക്കാറുണ്ട്. ഭൂമുഖത്ത് അല്ലാഹു പ്രപഞ്ചത്തെ അങ്ങനെ മാറ്റിത്തരാം. മഴ പെയ്യാൻ അല്ലെ, മഴ ഇങ്ങനെ കിട്ടുകയാണ്. നമുക്ക് കുറച്ചു ദിവസം മഴ ഇല്ലാതെ നമ്മളൊക്കെ ആശങ്കിക്കും. മഴ പെയ്തൊരു 4 ദിവസം മഴ ചെയ്തപ്പോഴേക്ക് ആകാശത്തേക്ക് നോക്കിയിട്ട് പറയാം മഴന്നെയല്ലേ, മഴന്നെയല്ലേ. നോക്കൂ നിങ്ങൾ, രാവിലെ മഴ പെയ്താൽ ഇരുമ്പൊന്നും കുറ്റാണ്, ഉച്ചക്ക് പെയ്താൽ കുറ്റാണ്, വൈകുന്നേരം പെയ്താൽ കുറ്റാണ്, രാത്രി മാത്രം പെയ്യാണെങ്കിൽ കുഴപ്പമില്ല. നമ്മളാരും പ്രീപെയ്ഡ് ആയിട്ട് അടിച്ച് കാത്തിട്ടല്ല, കുറച്ചോ തെണ്ട വാങ്ങാം. മഴത്തുള്ളി കാണുമ്പോ അൽഹംദുലില്ലാഹ് അല്ലാഹുവേ സ്വയ്യിബൻ നാഫിഅ, ഉപകാരമുള്ള മഴയാക്കണം റബ്ബേ. കഴിഞ്ഞ പാതാറ് പോലെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് പിന്നെ മലയിടിച്ചിൽ പോലുള്ള വിപത്തൊന്നും തരരുതേ എന്നല്ലാതെ ഒരൊറ്റ അക്ഷരം ഈ മഴത്തുള്ളിനെ ശ്രമിക്കാൻ ഇതൊക്കെ യോഗ്യതയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആരും അത് പറയാറില്ല. എവിടേക്കെങ്കിലും പുറത്തിറങ്ങുമ്പോ 100 റുപ്യന്റെ കൊട, 50 റുപ്യന്റെ കൊട, 150 റുപ്യന്റെ കൊട, 200 റുപ്യന്റെ കൊട കയറി വന്ന അത്രയേ ഉള്ളൂ. അത് ചൂടി ഇറങ്ങിയാൽ അല്ലാഹുവിനെ സ്തുതിക്കാൻ എത്ര സുഖാണ്, എത്ര സുഖാണ്. ഒരാക്ഷേപവും തന്റെ നാവുകൊണ്ട് നാവിന് ശുക്ർ ചെയ്യാതെ ഇരിക്കാൻ പാടില്ല, ആക്ഷേപിക്കരുത്. വഹുവല്ലദീ ജഅലൽ ലൈല വന്നഹാറ ഖിൽഫ ലിമൻ അറാദ അൻ യذكر ഔ അറാദ ശുകൂറ. അല്ലാഹു രാവ് തന്നു, പകൽ തന്നു. നമ്മളോട് ഒരാൾ ചോദിക്കാം എന്താ വിശേഷത്തെ, നേരം അങ്ങനെ വെളുക്കണം, വൈകുന്നേരം അങ്ങനെ ആകണം, വൈകുന്നേരം അങ്ങനെ ആകണം, നേരം വെളുക്കണം. അങ്ങനെയല്ല നമ്മൾ പറയാം, നേരം വെളുക്കണം മോനെ, വൈകുന്നേരമാണ്. നമ്മൾ ബാക്കിയുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ സുഖമാണ്. വെള്ളിയാഴ്ച രാവിലെ നമ്മൾ 5 മണിക്ക് 4:45 എഴുന്നേൽക്കുമ്പോ നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇന്ന് ബാക്കിയുണ്ട്, അത് തന്നെ മതി നമുക്ക് സുജൂദ് ചെയ്യാൻ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഇന്ന് മരണം നടന്നു, ഇന്നലെ മരണം നടന്നു. നമ്മുടെ മഹല്ലത്തിലും മരണം സംഭവിച്ചിട്ടുണ്ട്. അവരൊന്നും അനാഥമായിട്ടല്ല പോകുന്നത്, മലക്കുകളുടെ സന്നിധിയിലാണ് അവരുടെയൊക്കെ സഞ്ചാരം. പക്ഷേ അള്ളാഹുവിന്റെ അടുക്കൽ ഭൂമുഖത്ത് ഇഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ. കാരണം എന്താ, വല്ലദീ ജഅലൽ ലൈല വന്നഹാറ, രാവും പകലും അള്ളാഹു മാറ്റി മാറ്റി തന്നത് രാത്രി തമ്മാടിത്തം കാണിക്കാനും അല്ലെങ്കിൽ അള്ളാഹനെ മറക്കാനും
പകല് ഇല്ലെങ്കിൽ അലഞ്ഞു നിന്ന് നടക്കാനല്ല, മറിച്ച് ലിമൻ അറാദ അൻ യദ്ദക്കറ ഔ അറാദ ശുക്കൂറ, ഭൂമുഖത്ത് മനുഷ്യരുടെ കൂട്ടത്തിൽ പടച്ചവനോട് എന്തെങ്കിലും ഒരു നന്ദി ചെയ്യണമെന്ന് പൂതി വെച്ച് ളുഹറും അസറും മഗ്രിബും ഇശാഉം സുബഹിയുമൊക്കെ കാത്തുകിടക്കുന്ന മനുഷ്യരുണ്ടല്ലോ, അവർക്ക് ഞാൻ സമയത്തങ്ങനെ മാറ്റി മാറ്റി കൊടുത്ത് അള്ളാഹു നമ്മളെ ഭൂമുഖത്ത് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ സ്വാതന്ത്ര്യം നമുക്ക് അങ്ങനെ ഉണ്ടല്ലോ. നമ്മളൊക്കെ അൽഹംദുലില്ലാഹ് ഞങ്ങളുടെ ഈ ചെറുകോടെന്ന പ്രദേശം നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഒരുപാട് പണ്ഡിതന്മാർ നമ്മൾക്ക് അറിവ് നൽകി. നമ്മുടെയൊക്കെ വാപ്പമാര് നമുക്കൊക്കെ ആ ദീൻ പഠിപ്പിച്ചു തന്നു. അതുകൊണ്ട് നമുക്ക് ഖൈറിൽ നടക്കാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളാരും ഒരു നിഷേധ നിലപാട് സ്വീകരിച്ചില്ല. പണ്ട് നമസ്കരിക്കൂല എന്ന് പറയുന്ന ഒരാൾ ഇവിടെ ഇല്ല. പണ്ടിന്റെ ജുമാഅത്ത് വരലില്ല എന്ന് പറയുന്ന ഒരാളില്ല. ചിലപ്പൊക്കെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മറവി സംഭവിക്കാം. പക്ഷേ നാം നിങ്ങൾക്ക് മുന്നിൽ വഴി കാണിച്ചു തന്നു. ഒന്നുകിൽ നിങ്ങൾക്ക് നന്ദി കണ്ട് ജീവിച്ച് നല്ലവരായി നിങ്ങൾക്ക് ജീവിക്കാം, നിങ്ങൾക്ക് നന്ദി കെട്ടവരായി ജീവിക്കാം. അള്ളാഹു ഒരു സ്വാതന്ത്ര്യം. പക്ഷേ നിങ്ങളൊക്കെ അതിൽ തെരഞ്ഞെടുത്തതെന്താ? ഷാക്കിറ. ഞങ്ങളെ വാപ്പ ഞങ്ങളെ പഠിപ്പിച്ചതാ, ഉമ്മ അങ്ങനെയാ പഠിപ്പിച്ചത്, വല്യാപ്പ അങ്ങനെയാണ് കഷ്ടപ്പെട്ട് പഠിപ്പിച്ചത്. പടച്ചോന്റെ മുമ്പിൽ ഒരു ഉമ്മ മരിച്ചു പോകുമ്പോൾ ആറ് മക്കളോട് ചെയ്ത വസിയത്ത് എന്താ? മക്കളെ നേരത്തിന് കൈയും കാലും കഴുകണം, നേരത്തിന് കയ്യും കാലും കഴുകണം. കയ്യും കാലും ഒരു നേരം കഴുകണമെന്നാവും, 2 നേരം കഴുകണമെന്നാവൂലേ? പക്ഷേ ആ ഉമ്മയുടെ ഉപദേശം എന്താണ്? 5 നേരം കയ്യും കാലും കഴുകണമെന്ന ഉപദേശം ആ മക്കൾക്ക് വേഗം മനസ്സിലായി. എന്താ? നന്ദിയുള്ളവരായി ജീവിക്കാം. ഭൂമുഖത്തെ അള്ളാഹുവിന്റെ അടിമകളായി ജീവിക്കുമ്പോ ആ ഇഷ്ടം തെരഞ്ഞെടുത്തത് നിങ്ങൾക്കുള്ള യോഗ്യത തന്നെയാണ്. അതിലൊന്നും ഒരു കുറവും വരുത്തിയില്ല. നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവർ. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യരായ നമുക്ക് പഠിപ്പിച്ചു തന്ന കൂട്ടത്തിൽ അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് ഓതി തന്നു. അനിഷ്കുർലി വലിവാലിദൈക ഇലയ്യൽ മസ്സീർ. ഖുർആന്റെ ഒരു പ്രത്യേകതയാണത്. അള്ളാന്റെ കാര്യം പറഞ്ഞാൽ വാപ്പാന്റിമാന്റെയും കാര്യം പറയും, വാപ്പാന്റിമാന്റെയും കാര്യം പറയുമ്പോൾ അള്ളാന്റെ കാര്യം പറയും. എന്താ പറയുന്നത്? അനിഷ്കുർലി വലിവാലിദൈക, നിങ്ങൾ എന്നോട്, അള്ളാഹു പറയാ, എന്നോട് നന്ദി കാണിക്കാനും നിങ്ങളുടെ മാതാപിതാക്കളോട് നന്ദി കാണിക്കാനും. കാരണം എന്താ? ഈ ഉമ്മാനി പാപ്പാനി പടത്തോനി ഒപ്പം പറയുന്നതിന്റെ കാരണം എന്താ അറിയോ? ഈ ഭൂമുഖത്ത് നമ്മൾ സൃഷ്ടിക്കപ്പെടാൻ അടിസ്ഥാനപരമായ കാരണം റബ്ബാണ്. അടിസ്ഥാന കാരണം റബ്ബാണ്. ഭൗതികപരമായി നമ്മൾ ഈ ചെറുകൂട്ടിൽ ജീവിക്കാൻ കാരണം നമ്മളെ വാപ്പയും ഉമ്മയുമാണ്. അതുകൊണ്ട് അള്ളാഹു പറയാണ് നിങ്ങൾ അവരോട് നന്ദി കാണിക്കണം എന്ന്. മാത്രമല്ല നമ്മൾ അനുഭവിക്കുന്ന ഒരു നന്ദിയുണ്ടല്ലോ, ഒരു സന്തോഷമുണ്ടല്ലോ, അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന. നമ്മളിപ്പോ ഇവിടെ നിന്നുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിന് ഹൈറ് കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥനയ്ക്ക് അതിന്റെ ഹൈറ് കിട്ടിയവരാണ് നമ്മൾ. കാരണം മരുപ്രദേശം, ഒരു സസ്യമില്ലാത്ത ആ സ്ഥലത്ത് നിന്നുകൊണ്ട് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കാം, എല്ലാ വിഭവങ്ങളും പടച്ചോനെ ഈ മരുഭൂമിയിൽ കൊടുക്കണേ. എന്റെ കുട്ടികളെ കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് പോവുകയാണ്. അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നവനാണ്. കുറെ കൊല്ലം കഴിഞ്ഞ് നമ്മളെ നാട്ടുകാർ അവിടെ ചെല്ലുമ്പോൾ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള പഴവും ഇന്ന് GCC രാഷ്ട്രങ്ങളിൽ കിട്ടും അല്ലേ? അവരാരും പട്ടിണി കിടന്ന് ബുദ്ധിമുട്ടില്ല. ആ ഫലം നമ്മളെ വീട്ടില്, നമ്മളെ അക്കൗണ്ടില്, നമ്മളെ പുരയ്ക്ക് ഒക്കെ നമ്മളെ മക്കളോ നമ്മളെ ഭർത്താക്കന്മാരോ നമ്മളെ വളാപ്യോ മുത്താപ്യോ ഒക്കെ അയച്ചു തരുമ്പോൾ ഓർക്കുക, നമുക്കൊക്കെ നീ ഹൈർ കിട്ടിയത് പ്രാർത്ഥനയുടെ ഫലം കൂടിയാണ്, അല്ലാതെ അവരുടെ അധ്വാന ഫലം മാത്രമല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഹൈറിനു വേണ്ടി പ്രാർത്ഥിക്കണം, അള്ളാഹുവിനോട് നന്ദിയുള്ളവരാകണം. ഒരുപാട് വിഭവങ്ങൾ കിട്ടി, വീട് വെച്ചു, സ്ഥലം വാങ്ങി, പറമ്പ് വാങ്ങി, ഒക്കെ കഴിഞ്ഞു, പള്ളികൾ കാണാല്ല. അല്ലെങ്കിലോ ദീനിയായ വശങ്ങളിലൊന്നുമില്ല, ഓൻ ദുനിയാവായിട്ട് മല്ലുക. അങ്ങനെയല്ല നിങ്ങളെ കുറിച്ച് കേട്ടത്. കാരണം ഭൂമികണ്ട വിഭവങ്ങൾ നിങ്ങൾക്ക് തേടാം, വിഭവങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാം. പക്ഷേ ആരാധന അവനെ കൂടുതൽ സമർപ്പിക്കുക,
വസ്കുറൂ ലഹു, നന്ദി കാണിക്കണം. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. പക്ഷേ കൊറോണന്റെ ചില പ്രശ്നങ്ങളൊക്കെ പ്രയാസമൊക്കെ ഉണ്ട് റബ്ബേ, എന്നാലും നിങ്ങളെ കാണുണ്ടല്ലോ റബ്ബേ, ഹൈറാണ് റബ്ബേ, ഓരേ നിങ്ങൾ കുറെയൊക്കെ ചെയ്യുന്നുണ്ട്, അതൊക്കെ മതിയാവൂലേ അല്ലേ? ആ തോന്നൽ മനുഷ്യരെ കാണുമ്പോഴും ആ ഒരു ബന്ധം, ആ ഒരു സ്നേഹം, അപ്പാനെ സഹായിച്ചാളാണ്, ഉമ്മാനെ സഹായിച്ചാളാണ്, നെല്ല് കൊടുത്തിട്ട് അവർ അന്നം തന്നതാണ്. ഇപ്പൊ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. കുറച്ചോടെ ഒരു മസാല കഷ്ണായും ഇപ്പൊ ഞങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അൽഹംദുലില്ലാ. അങ്ങനെ ഒരു ഭൂമുഖത്തുകൂടെ നടക്കുമ്പോൾ ആ ഒരു ചിന്തയും ഒരു തോന്നലും നിങ്ങൾക്കുണ്ട്. അള്ളാഹു അത് നിലനിർത്തി തരാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സത്യവിശ്വാസികളെ കർത്താവായ അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഒരിക്കൽ കൂടെ വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക്, അന്നിഅമത്തു മൗസൂലത്തുൻ ബിശുക്ർ, അല്ലാഹുവിന്റെ അനുഗ്രഹം നന്ദിയുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ അനുഗ്രഹം നന്ദിയുമായി ബന്ധപ്പെട്ടതാണ്. വശുക്രു യതഅല്ലഖു ബിൽ മസീദ്, നന്ദി അതിന്റെ വർദ്ധനവുമായി ബന്ധപ്പെട്ടതാണ്. വലാ യൻഖതിഉൽ മസീദു മിനല്ലാഹി ഹത്താ യൻഖതിഅ ശുക്ർ, നന്ദി നിങ്ങളിൽ നിന്ന് മുറിഞ്ഞു പോകാത്തിടത്തോളം കാലം അള്ളാഹുവിന്റെ നിഅമത്തും മുറിഞ്ഞു പോവുകയില്ല. എങ്ങനെ? അള്ളാഹുവിന്റെ ഓടുള്ള നമ്മളുടെ നന്ദി മുറിഞ്ഞു പോകാത്തിടത്തോളം കാലം അള്ളാഹുവിന്റെ അടുക്കൽ നിന്നുള്ള നിഅമത്ത് നമുക്ക് മുറിഞ്ഞു പോകുന്നതല്ല. നിഅമത്ത് ശുക്രുമായി ബന്ധപ്പെട്ടതാണ്. അപ്പോ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് നെഞ്ഞത്ത് കൈവരിച്ച് അള്ളാഹുവോട് പറയാനാണ്, പടച്ചോനെ നീ ചെയ്യുന്നതിനൊക്കെ പരമാവധി നന്ദി കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് അല്ലേ? നെഞ്ഞത്ത് കൈവരിച്ച് പറയാനാണ്, പടച്ചോനെ കുടുംബക്കാരൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്, എല്ലാത്തിനും ചെയ്യാൻ കഴിയുന്നെങ്കിലും പരമാവധി നന്ദി കാണിച്ചാണ് ജീവിക്കുന്നത് എന്ന് നമുക്ക് സ്വയം ഒരു സന്തോഷം അതിന് വേണം. ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അഹിലുകാരെ കുറിച്ച് പറഞ്ഞത് അള്ളാഹു ഏറ്റവും കൂടുതൽ നന്ദി കാണിക്കുന്നവരാണ് എന്ന്. അപ്പോൾ ആ പുകഴ്ത്തൽ നമുക്ക് ഏറ്റവും കൂടുതൽ കിട്ടേണ്ടത് നമ്മളുടെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഹിലുകാരെ കുറിച്ച്. നമ്മൾ അഹിലുകാർ, അള്ളാഹിന്റെ അഹിലുകാരാണ്. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബന്ധുക്കളാണ്, കുടുംബങ്ങളാണ്. ആ ഒരു കുടുംബ ബന്ധുക്കൾ എന്ന നിലയ്ക്ക് നമ്മളിൽ നിന്ന് ഏറ്റവും കൂടുതൽ നന്ദി അള്ളാഹുവിന് കിട്ടുക. അത് നാവ് കൊണ്ടുള്ള നന്ദി നാവ് കൊണ്ട് കിട്ടണം, കൈ കൊണ്ടുള്ള നന്ദി കൈകൊണ്ട് കിട്ടണം, തലയോണ്ടുള്ള നന്ദി തലയോണ്ട് കിട്ടണം, ചെവിയോണ്ടുള്ള നന്ദി ചെവിയോണ്ട് കിട്ടാൻ നോക്കുക, കാലുകൊണ്ടുള്ള നന്ദി കാലുകൊണ്ട് തന്നെ കൊടുക്കാൻ നോക്കുക, കയ്യിന് അള്ള കൈ എന്നതിനുള്ള നന്ദി കൈകൊണ്ട് തന്നെ കൊടുക്കാൻ നോക്കുക. അങ്ങനെ ആവുമ്പോൾ നമ്മളൊന്നും വെറുതെ ഒരു കട്ടിൽമ കടന്ന് കട്ടിൽമത്തെ കക്ക പറന്നു പോകേണ്ട ആവശ്യം വരുന്നില്ല. ഒരുപാട് നേരം വെളുത്ത് കഴിഞ്ഞാൽ വൈകുന്നേരമാകുമ്പോഴും ഒരുപാട് കാര്യങ്ങൾ ഇത് ചെയ്യാനുണ്ട്. അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ വലാ തകൂനു കല്ലദീന നസൂവ ഫഅൻസാഹും അൻഫുസഹും ഉലൈക ഹുമുൽ ഫാസിഖൂൻ. അള്ളാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ആകരുത്. മറന്നുപോയ ഒരുപാട് തലമുറയുണ്ട്, അവരെ പോലെ നിങ്ങൾ ആകരുത്. അപ്പോൾ അള്ളാഹു തന്നെ നിങ്ങളെ കുറിച്ച് മറപ്പിക്കും. അവർ തമ്മാടികളാണ്. അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തിരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ പള്ളിയിൽ ഇന്നൊരു സഹോദരൻ വന്നിട്ടുണ്ട്. ഇസ്ലാമിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇസ്ലാം നമ്മളെക്കാൾ ഭാഗ്യവാനായി നൽകിയ ഒരു വ്യക്തിത്വമാണ്. ഇപ്പോൾ സാമ്പത്തികമായ പ്രതിസന്ധി, കച്ചവടം നിന്നുപോയപ്പോൾ അദ്ദേഹത്തിന്റെ വഴിവക്കിലെ കച്ചവടം നിന്നുപോയി. ഇപ്പോൾ ആ കച്ചവടം ഒന്ന് രണ്ടാമതും തുടങ്ങണം എന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച്
രോഗങ്ങളൊക്കെ ആയതുകൊണ്ട് അദ്ദേഹത്തിന് തുടങ്ങണമെങ്കിൽ കുറച്ച് പൈസ വേണം. നമ്മുടെ അടുക്കൽ നിന്ന് എത്തിയിട്ടുണ്ട്. പോകുന്ന സമയത്ത് അദ്ദേഹത്തെ ഒന്ന് കാണണം എന്ന് പ്രത്യേകമായി ഈ ഇസ്ലാമിന്റെ പേരിൽ നമ്മളെ എത്തിക്കുകയാണ്. അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരിച്ചു നാട്ടിലും മറുനാട്ടിലുമൊക്കെയുള്ള അപകടങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും കാത്തിരിച്ചു സുരക്ഷിതമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നവരോടൊപ്പം അള്ളാഹു നമ്മളുടെ നാഥൻ സർവ്വവിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിവുള്ളവൻ അള്ളാഹു നമ്മളെ കാത്തിരിച്ചു. അള്ളാഹുവെ കടം കൊണ്ടും മറ്റും പ്രയാസപ്പെടുന്ന ആളുകൾ ഈ സമയത്ത് ഒരുപാടുണ്ട്. അള്ളാഹുവെ അവരുടെ കടം ലഘൂകരിച്ചു കൊടുക്കുന്നേ. രോഗങ്ങൾ കാരണം ആശുപത്രിയിൽ കഷ്ടപ്പെടുന്നവർ, വീട്ടിൽ വന്ന് വിശ്രമ ജീവിതം നയിക്കുമ്പോൾ രോഗം ശ്വാസം കിട്ടാതെ ബുദ്ധിമുട്ടുന്നവരും ഒക്കെ നാഥാ നിന്റെ അപാര കാരുണ്യത്തിൽ നിന്ന് നാഥാ നീ അവർക്ക് ശ്വാസം നൽകിക്കൊണ്ട് ശ്വാസം നൽകുന്നേ. اللهم اغفر للمؤمنات والمسلمين والمسلمات الاحياء والاموات انك مجيب الدعوات يا قاضي الحاجات. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. اللهم اعز الاسلام والمسلمين واذل الشرك والمشركين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اغفر لنا يا ارحم الراحمين.